അത് അതിന് മുന്നേ കൊടുത്ത കംപ്ലൈന്റ് ആയത്. ഇതേ ഡേറ്റ് ഉണ്ട് ഇതിനകത്ത് 20-ാം തീയതി ഞാൻ കൊണ്ട് കൊടുത്തതായിരുന്നു. അതിന് മുന്നെയാണ് ഞാനിത് കൊണ്ട് കൊടുത്തത്. ഞാൻ മുന്നേ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ അവരെ വിളിക്കുമ്പോൾ അവർ പലരും ഫോൺ കിട്ടാറില്ല. പിന്നെ ഇന്നത്തെ 3-4 ദിവസം കൊണ്ട് നിയമം അവർക്കൊക്കെ ബാധകമായി. നമുക്കിത് നിയമം ബാധകമല്ല. ഞങ്ങൾ സാധാരണക്കാരായതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്. ഇത് മുഖ്യമന്ത്രിനെ ഞാൻ കുറ്റം പറയുന്നതല്ല, ഞാൻ കണ്ടു നിയമം വന്നേക്കുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, സാബല്യത്തിലാക്കണം. വ്യക്തികളാണ് 4 പേർക്കെതിരെയാണ് ഞാൻ മെയിനായിട്ട് കൊടുത്തേക്കുന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയി ഞാൻ കെടുത്തു. എനിക്ക് നീതി കിട്ടണം. എൻ്റെ പ്രായപൂർത്തിയാകാത്ത എൻ്റെ മക്കളെ പറ്റിയാണ് ഈ പറയുന്നത് മൊത്തം. പെൺകുട്ടിയാണ്. ഇതിനിപ്പോൾ എന്താ വിലയുള്ളത്? ഇതെനിക്ക് തന്നു, ഇതിനെന്താ വിലയുള്ളത്? വേണം. എനിക്ക് മനസ്സിലായി. അതെനിക്ക് മനസ്സിലായതുകൊണ്ടല്ലേ ഈ ചീട്ട് വെറുതെ ഒരു പാഴ് വസ്തുവായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത്. സ്റ്റോറി കണ്ടിട്ടാണ് ഈ ഒരു ദിവസം ഞങ്ങളൊരു വീഡിയോ എടുക്കണമെന്ന് തന്നെ ആലോചിക്കുന്നത്. ഓക്കെ, എന്തായിരുന്നു ചേച്ചി അങ്ങനെ ഒരു സ്റ്റോറി ഇടാൻ കാര്യം? എന്താ സ്റ്റോറി ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ യൂട്യൂബിലൊക്കെ ലൈവിലൊക്കെ പോകുന്ന ഒരാളാണ്. നമ്മുടെ വരുമാനമാർഗ്ഗം അതാണല്ലോ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 വർഷമായിട്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ അടിയിൽ ഭയങ്കര വൾഗറായിട്ടുള്ള വൃത്തികെട്ട രീതിക്കുള്ള കമൻറ്റുകൾ എന്നെ എൻ്റെ പുറകെ നടന്നിട്ട് ഇങ്ങനെ തേജോധം എന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. ആ കമൻറ്റൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഞാൻ മടുത്ത് കേട്ട് അങ്ങനെ ഞാൻ സഹി കിട്ടപ്പോഴാണ് കഴിഞ്ഞ 20-ാം തീയതിയാണ് ഞാൻ ഈ കംപ്ലയിൻറ്റ് കൊണ്ട് കൊടുത്തു. നമ്മുടെ എളമക്കര പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തത്. എനിക്ക് രസീതും കിട്ടി. അത് ഡേറ്റ് എല്ലാം അതിനകത്തുണ്ട്. കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് ഞാൻ കൊടുത്തത്. ഇന്നേക്ക് 10-25 ദിവസമായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇതുവരെ അതിൻ്റെ എന്താണ്, ഇപ്പോൾ സാർമാരെ വിളിക്കുമ്പോഴും അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം, ഞങ്ങൾ പിന്നെ വിളിക്കാം, മരണ വീട്ടിൽ നിൽക്കുകയാണ് എന്നൊക്കെയാണ് അവർ വിളിക്കുമ്പോൾ പറയുന്നത്. പലരും ഫോൺ പോലും എടുക്കുന്നില്ല. അല്ല, നമ്മളിവിടെ സ്റ്റേഷനിലാണ് പോയി കൊടുത്തത്. അതെ എസ് ഐക്കാണ് കൊടുത്തത്. അല്ല, പേരിരിക്കത്തില്ലായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കൊടുത്തു, രസീത് മേടിച്ച് നമ്മൾ വന്നു. അപ്പോൾ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ഇതുപോലെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഇനി വൃത്തികെട്ട രീതിക്കുള്ള കമൻറ്റ് ഇടുന്നത് നിർത്തണമെന്ന് പറഞ്ഞു. എന്നെയോ എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. എൻ്റെ പ്രായപൂർത്തിയാകാത്ത എൻ്റെ മക്കളെ പറ്റിയാണ് ഈ പറയുന്നത് മൊത്തം. പെൺകുട്ടിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ ഒരു അമ്മ എന്നുള്ള നിലയ്ക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു ഇതാണ്. വലിയ വലിയ സിനിമാ നടിമാർക്കൊക്കെ ഒരു നിയമം, ഞങ്ങൾ സാധാരണക്കാർക്ക് എന്താ നിയമം ബാധകമല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെ, അത് അതിന് മുന്നേ കൊടുത്ത കംപ്ലൈന്റ് ആയത്. ഇതേ ഡേറ്റ് ഉണ്ട് ഇതിനകത്ത് 20-ാം തീയതി ഞാൻ കൊണ്ട് കൊടുത്തതായിരുന്നു. അതിന് മുന്നെയാണ് ഞാനിത് കൊണ്ട് കൊടുത്തത്. ഞാൻ മുന്നേ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ അവരെ വിളിക്കുമ്പോൾ അവർ പലരും ഫോൺ കിട്ടാറില്ല. പിന്നെ ഇന്നത്തെ 3-4 ദിവസം കൊണ്ട് നിയമം അവർക്കൊക്കെ ബാധകമായി. നമുക്കിത് നിയമം ബാധകമല്ല. ഞങ്ങൾ സാധാരണക്കാരായതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്. എനിക്ക് നീതി കിട്ടണം. ഞാൻ നാളെ നമ്മുടെ എളമക്കര സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ അവിടെ പോയിരിക്കും. എനിക്ക് ഫുഡും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. ഞാൻ അവിടെ പോയി ഇരിക്കാൻ 100% ഉറച്ച മനസ്സോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്. കാരണം എന്തിനാണ് ഒരു കമൻറ്റ് കണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നവരെ പറയുക, അല്ലെങ്കിൽ നമ്മളെ പറയുക, അല്ലെങ്കിൽ ഇഷ്ടമില്ലേ ബ്ലോക്ക് ചെയ്ത് പോവുക? ഇത് നമ്മൾ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ചു വെക്കുന്ന ആൾക്കാർക്ക്, ഒരു പണിയില്ലാതെ വീട്ടിൽ ചൊറിഞ്ഞു കുത്തിയിരിക്കുന്ന ആൾക്കാർക്ക് വന്ന കമൻറ്റ് ഇങ്ങനെ എല്ലാവരെ പറ്റി നിരത്തി അടച്ച് ഇങ്ങനെ എല്ലാ പെണ്ണുങ്ങളും ഉണ്ട്. ഇപ്പോൾ ലൈവ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരു 5000 രൂപയ്ക്ക് 5000 രൂപ കിട്ടട്ടെ എന്ന് വിചാരിച്ചു ഇവരെല്ലാവരെയും വൃത്തികെട്ട രീതിക്ക് ഒരു സ്ലീവ്ലെസ് ഇട്ടാലോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് ഇട്ടാലോ ആ പെണ്ണ് കൊള്ളില്ല എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണിത്? അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഇന്ന് തന്നെ ലൈവിൽ ഉച്ചയ്ക്ക്, ഇത് ഞാൻ മെയിനായിട്ട് ഞാൻ ഇത് ഇത്രയും സീരിയസ് ആക്കാൻ കാരണം, ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരുത്തം വന്ന് പറഞ്ഞു അതിൻ്റെ മോളെ പറ്റി വൃത്തിയുടെ രീതിക്ക് കമൻറ്റ് പറഞ്ഞു. അതെനിക്ക് സഹിച്ചില്ല. അപ്പോൾ എൻ്റെ ലൈവ് ഇന്നത്തെ ലൈവ് എൻ്റെ കണ്ടാൽ അറിയാൻ പറ്റും. ഞാനിത് ഭയങ്കരമായിട്ട് റൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ ശരിയാക്കി തരാടാന്ന് പറഞ്ഞാൽ എല്ലാ കമൻറ്റും എല്ലാം നമുക്ക് ആക്ടിവിറ്റിയിൽ എല്ലാവരുടെ കമൻറ്റും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. എല്ലാ സ്ക്രീൻഷോട്ടും 10-250 കമൻറ്റ് ഉൾപ്പെടെയാണ് ഞാൻ അവിടെ എളമക്കര സ്റ്റേഷനിൽ ഞാൻ കൊണ്ട് കൊടുത്തത്. ഇനി നമുക്ക് ഒന്നാമത് ഇങ്ങനെ കേസ് കൊടുത്ത് വലിയ പരിചയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് എങ്ങനെ കൊടുക്കണം, ഇനി അതിൽ മുകളിലാണോ കൊടുക്കേണ്ടത് നമുക്കതില്ല. സാധാരണ ഞാൻ കേട്ടേക്കുന്ന പോലീസുകാരോട് ഇന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവർ അതിനുള്ള പരിഹാരം നമുക്ക് പറഞ്ഞു തരുമെന്നാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്ത് ഞാൻ കൊണ്ട് കൊടുത്തു. എനിക്ക് നീതി കിട്ടണമെന്ന് ഞാൻ പറയുന്നു. ഇഷ്ടം പോലെ സാധാരണക്കാരായ ലേഡീസ്, അവർക്ക് എന്ന് വെച്ചാൽ ഒന്ന് പോയി പറയാനോ അല്ലെ സ്റ്റേഷനിൽ പോകാനോ ഉള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് പല ആൾക്കാരും പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ പല ചാനലിൽ പല ആൾക്കാരും നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ ഹൈഡ് ചെയ്ത് വിടും. ചില ആൾക്കാർ എന്നെ ഡിലീറ്റ് ചെയ്യും, ചില ആൾക്കാർ ബ്ലോക്ക് ചെയ്യും. പക്ഷേ നമുക്ക് യൂട്യൂബിന് ഇതെല്ലാം എതിരാണ്. നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം നിങ്ങളിന്ന് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവരൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റില്ല അത്രയും റിസ്ക് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് ചെയ്ത് വെക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു വരുമാനം വരുന്നെങ്കിൽ നമുക്ക് പറയുന്ന ടാർഗറ്റ് നമുക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന ഇതെല്ലാം. അപ്പോൾ ആൾക്കാർ ഈ കാണിക്കുന്ന ആൾക്കാർ എന്നെ പറഞ്ഞു ഇത്രയും 5 വർഷം ഞാൻ എന്നെ പറയുന്നത് ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ? എൻ്റെ ഹസ്ബൻഡിനെ പറയുന്നു, എൻ്റെ കൊച്ചിനെ എന്തിനാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത്? എൻ്റെ കൊച്ചിനെ വിട്ടൂടെ? എൻ്റെ കൊച്ച് പ്രായപൂർത്തിയാവാത്ത കൊച്ച, പഠിക്കുന്ന കുട്ടിയാണ്, നല്ല കഴിവാണ് പഠിക്കാനായിട്ട്, അത് പഠിച്ചോട്ടെ, അതിനൊന്ന് വെറുതെ വിട്ടൂടെ? എൻ്റെ അമ്മയെ വെറുതെ വിട്ടൂടെ? എൻ്റെ അമ്മ പ്രായമായ അമ്മയാണ്, എന്തിനാണ് ഈ വക ഇതൊക്കെ വന്നിട്ട് പറയുന്നത്? എന്നെ പറഞ്ഞ് ഞാൻ കേൾക്കാൻ റെഡിയാ. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. 5 വർഷം ഞാൻ കേട്ടോണ്ടിരുന്ന വ്യക്തി, ഞാൻ തമാശയായിട്ടാണ് ഇതൊക്കെ ഇട്ടത്.
ഞാൻ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് പരാതി. അപ്പം ചേച്ചി പരാതി കൊടുത്തു കഴിഞ്ഞ് ഇന്നൊരു ഒരു പ്രശ്നമായിട്ട് സംഭവം ഇതുപോലെ വന്നു, 3 ദിവസം കൊണ്ട് ആളെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ആ സമയത്ത് ചേച്ചിക്ക് എന്താ തോന്നിയത്? എനിക്ക് സങ്കടം വന്നു. ഞാൻ പറയാം, ഞാൻ ഇതുപോലെ കമന്റ് കൊടുത്തു. കാരണം പുള്ളിക്കാരിക്ക് കിട്ടിയേക്കുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഡ്രസ്സിങ്ങിനെ പറ്റിയാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ പ്രായപൂർത്തിയാകാത്ത എൻ്റെ മോളെ പറ്റിയാണ്. ഒരമ്മയെ സംബന്ധിച്ച് അത് എത്രത്തോളം വിഷമാവും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലിയും മക്കളും ഒക്കെ ഉള്ളതല്ലേ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പോൾ എൻ്റെ ഡ്രസ്സിനെ പറ്റി പറഞ്ഞ് ഞാൻ 5 വർഷം ഞാൻ സഹിച്ചു നിന്നു. പള്ളിയോടെ വിഷയം ഉണ്ടായി, ഞാൻ സഹിച്ചു നിന്നു, ഞാൻ ഒന്നിനും പോയിട്ടില്ല. അത് 5 വർഷത്തോളം ഞാൻ സഹിച്ചത്, എന്നെപ്പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ തമാശയായിട്ട് എടുത്തൊരു കാര്യം. പക്ഷേ എൻ്റെ മോളെ പറ്റി പറയുമ്പോൾ ഒരമ്മയെന്ന നിലയ്ക്ക് എനിക്ക് വിഷമില്ലാതിരിക്കുമോ? അതെ, ക്ഷമിക്കുന്നു. അതെ, അതെൻ്റെ അമ്മ പ്രായമായ അമ്മ, എൻ്റെ മോള് ചെറിയ കുട്ടി. എൻ്റെ വീട്ടുകാരെ എന്തിനു പറയണം, എൻ്റെ അമ്മേനെ എന്തിനു പറയണം? ഇവരൊന്നും ഞാൻ വീഡിയോ പോലും വല്ല കാലത്തൊന്നും കൊണ്ടുവന്നു വീഡിയോ പോലും ഞാൻ ഇവരെ കൊണ്ടുവരാറില്ല. പക്ഷേ എനിക്ക് എൻ്റെ മക്കളെയും കൊണ്ട് പുറത്തിറങ്ങി നടക്കണം, എനിക്ക് എൻ്റെ മക്കളെയും കൊണ്ട് പലയിടത്ത് പോകണം, എനിക്ക് എൻ്റെ മക്കളെയായിട്ട് വീഡിയോ ചെയ്യണം. ഇതൊക്കെ എൻ്റെ ആഗ്രഹമാണ്. പക്ഷെ പേടിച്ചിട്ടാണ് വരാത്തത്. എൻ്റെ മാത്രമൊന്നുമില്ല കേട്ടോ, പല ആൾക്കാരെയും, പല പെൺകുട്ടികളും. ഇപ്പോൾ എനിക്ക് ലേഡീസ് ഗ്രൂപ്പ് തന്നെയാണ്, ഞങ്ങൾക്ക് പവർ ലേഡീസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, മൊത്തം ലേഡീസാണ്. അപ്പോൾ ആ പിള്ളേരെല്ലാം എൻ്റെ വീഡിയോ എടുത്ത് അവരുടെ ചാനൽ വഴി വിട്ടിട്ടുണ്ട്. ചേച്ചി ഞങ്ങളെല്ലാം ഇത് പറയാൻ ആഗ്രഹിക്കുന്നതാണ്, പക്ഷേ ഞങ്ങൾക്കും എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല എന്നും പറഞ്ഞ് പല പെൺകുട്ടികളും ഇപ്പം എന്നെ ഇപ്പോൾ വിളിച്ചുകൊണ്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചു. ഞങ്ങൾക്ക് ചേച്ചിയുടെ പൂർണ്ണ സപ്പോർട്ടുണ്ട് ചേച്ചി എന്നും പറഞ്ഞിട്ട് ആ പെൺകുട്ടികളെല്ലാം എനിക്ക് സപ്പോർട്ടാണ്. ഇന്ത്യൻ നിയമത്തിന്റെ കാര്യം ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഫെമിനിസ്റ്റ് ആൾക്കാരും ഇതിനെപ്പറ്റി കുട്ടിക്ക് പറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരിയായ സാധാരണക്കാരനായ ഒരാൾക്ക് നിയമം അനുകൂലമായി, മീൻസ് നമ്മളിപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് പോവുകയാണ്, നിയമത്തിന്റെ വഴിക്ക് പോവുകയാണ്, ഒരു സാധാരണ ഒരാൾക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നല്ല രീതിക്കുണ്ട്. ഇപ്പോൾ ഒരാളെന്ന് മാത്രമല്ല, പല ആൾക്കാർ. തീർച്ചയായിട്ടും വേണം. എനിക്ക് മനസ്സിലായി. അതെനിക്ക് മനസ്സിലായതുകൊണ്ടല്ലേ ഈ ചീട്ട് വെറുതെ ഒരു പാഴ് വസ്തുവായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിനിപ്പോൾ എന്താ വിലയുള്ളത്? ഇതെനിക്ക് തന്നു, ഇതിനെന്താ വിലയുള്ളത്? ഈ നിൽക്കുന്ന ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്, എനിക്ക് എന്താ വിലയായിട്ട് ഇപ്പോൾ ഉള്ളത്? എന്നെ പറയുന്ന കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കണം, എനിക്ക് എന്ത് വില തന്നിട്ടാണ് സമൂഹം, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികൾ. ഇതെന്ന് തീരും, എന്ന് നന്നാവും? ഇത് നിയമങ്ങൾ ഇന്നലെയും കൂടി ഞാൻ കണ്ടതാണ് മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത്. ഇത് മുഖ്യമന്ത്രിനെ ഞാൻ കുറ്റം പറയുമൊന്നുമല്ല, ഞാൻ കണ്ടു നിയമം വന്നേക്കുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, സാബല്യത്തിലാക്കണം. നല്ല വിഷമമുണ്ട്, മാനസികമായിട്ട് ഞാൻ തളർന്നാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് വ്യക്തികളുടെ പേരിലാണോ അതോ എന്തെങ്കിലും? വ്യക്തികളാണ്. 4 പേർക്കെതിരെയാണ് ഞാൻ മെയിനായിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ 10-250 കമൻറ്റ് സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ വെടിപ്പടക്കം അങ്ങനെയാണ് നിൻ്റെ അങ്ങനെ ഇതൊക്കെ. എനിക്കത് പറയാൻ തന്നെ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കേസാണ്. ഇങ്ങനെയുള്ള രീതിക്കാണ് അത് വൃത്തിയായിട്ട രീതിക്കുള്ള കമൻറ്റ്. ഒരു അമ്മയെ സ്ഥിതിക്ക് എനിക്കിതൊന്നും പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മോളെ കെട്ടിച്ചതാണ്, പ്രായപൂർത്തിയാകാൻ എൻ്റെ കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കുമോ, മോളെ കാണാൻ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് കമ്പനിന് ഞാനിപ്പോൾ എന്തോ പറയുന്നത് ഇതിനൊക്കെ മറുപടി. ഇതൊക്കെ ഇവർക്ക് സാമാന്യ ബോധമില്ലേ? ഇവർക്കൊക്കെ മക്കൾക്കാണ് ഇങ്ങനെയുള്ള അവസ്ഥ വരുവാന്ന് പറഞ്ഞ് ഇവരൊക്കെ എന്തോ ചെയ്യും? ഞാൻ തളർന്നായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒന്നില്ല ഞാൻ ആ സ്റ്റേഷന് മുന്നിൽ പോയി എനിക്ക് വേണമെന്ന കാര്യം ഞാൻ അവിടെ പോയി ചെയ്യും. ഒന്നില്ല ഈ കമ്പനി നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ നിർത്തുക, അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റേഷന് മുന്നിൽ പോയി ഞാൻ അവിടെ ഇരിക്കും. എൻ്റെ അന്ത്യം ചിലപ്പോൾ അവിടെ ആയിരിക്കും. എനിക്ക് വേണം നിയമം അല്ലേ? എല്ലാവർക്കും ഒരേപോലെ നിയമം ബാധകമല്ലേ? ഞങ്ങൾ ഉടനെ കണ്ടുപിടിച്ച് തരാം, അല്ലെങ്കിൽ ഞങ്ങൾ ഒച്ചിരി താമസിക്കും കേട്ടോ, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞു. അല്ല, ആദ്യം സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്താൽ മതി, അവർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇതാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് കൊടുക്കും. നമുക്ക് എനിക്ക് ആകപ്പാടെ പള്ളിയോടത്തിന്റെ പേരിലാണ് ഞാൻ ആ സ്റ്റേഷനിൽ പോയുള്ള പരിചയം. അതെ, ഇത് പേരും ഉണ്ട്, ഇവരിട്ടേക്കുന്ന കമന്റും ഇതൊക്കെ നമ്മുടെ ചാനലിൽ നമുക്ക് കിട്ടി. അല്ല, തീർച്ചയായും ലിങ്ക് എല്ലാം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കുറേ ആൾക്കാരുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നും വിളിച്ചു. ഞാൻ 2 ദിവസം മുന്നേ വിളിച്ചപ്പോൾ ഇവിടെ ഒന്ന് വിളിച്ചാൽ ഫോൺ കിട്ടുന്നില്ല. ഒന്നാമത് വിളിക്കുന്ന ആൾക്കാർ മറ്റേ കവറേജ് എനിക്ക് പുറത്തുനിന്ന് പറയണു. പിന്നെ തന്നെ നമ്മുടെ ഫോണിൽ ഇപ്പോൾ വിളിച്ചു കഴിയുമ്പോഴത്തേനും ഏതോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറയുന്നില്ലേ, അതിലേക്ക് ഞാൻ ഇതിൻ്റെ കാര്യം ചോദിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അത് ഭയങ്കര എപ്പോഴും വിളിക്കുമ്പോൾ 24 മണിക്കൂർ ഫുൾ ബിസിയാണ്. പിന്നെ എന്തിനാണ് നമ്മുടെ സമയം കളയാൻ വേണ്ടി അത് ഈ കോൾ വിളിക്കുമ്പോഴത്തേനും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഞാൻ അവർ ഓൺ ദ സ്പോട്ടിൽ നമ്മളത് വിളിച്ച് ചോദിക്കുമ്പോൾ ആ ഒരു 24 മണിക്കൂറായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്, പക്ഷേ അത് അവർ കിട്ടുന്നേ ഇല്ല, പ്രതികരിക്കുന്നേ ഇല്ല. ഫുൾ സമയം ബിസി ഇരിക്കുമ്പോൾ നമുക്കൊരു പെണ്ണിന് ഒരു ആവശ്യം വന്നാൽ 24 മണിക്കൂർ ഈ വിളിച്ചാൽ ഈ ഒരു നമ്പർ എത്ര 108 അങ്ങനെ ഒരു നമ്പറല്ലേ പറയണം അവർ, ആ നമ്പറിൽ വിളിച്ച് കഴിയുമ്പോഴത്തേനും കിട്ടുന്നേ ഇല്ല. നമ്മുടെ സേഫിന് വേണ്ടിയാണ് ആ നമ്പർ അവർ പറഞ്ഞു തരുന്നത്. നമ്മൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിനത്? ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മാനസികാവസ്ഥ, ഞാൻ തളർന്നാണ് നിൽക്കുന്നത്, ചത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ. ഒന്നില്ല ഞാൻ ആ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയി ഞാൻ കിട്ടും, എനിക്ക് നീതി കിട്ടണം. കാരണം ഇനി എൻ്റെ കമൻറ്റിൽ എൻ്റെ വരുമാന മാർഗ്ഗം തടസ്സപ്പെട്ടി, എൻ്റെ ജീവിത മാർഗ്ഗം, പഠിക്കുന്ന കുട്ടികൾ, അച്ഛനമ്മ, ഇതൊക്കെ എൻ്റെ തലയിലാണ് ഓടുന്നത്. അപ്പോൾ ഇനി എൻ്റെ വരുമാന മാർഗ്ഗം തടസ്സപ്പെടുത്തിയ ഇനി എനിക്ക് അങ്ങനത്തെ കമൻറ്റോ അങ്ങനത്തെ വൃത്തിയായിട്ട രീതിക്കുള്ള വളരായിട്ടുള്ള കമൻറ്റോ വന്നാൽ ഞാൻ സ്റ്റേഷന് മുന്നിൽ പോയി കെടുത്തൂങ്ങി ചാവും. അത്രേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പരാതി കൊടുക്കാൻ മനസ്സിലാഗ്രഹമുണ്ട്, പക്ഷെ കൊടുക്കാതിരിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ചേച്ചി പറഞ്ഞ സാധാരണക്കാർക്ക് നീതി കിട്ടില്ല എന്ന് പറയുന്നു.
അവരോട് ചേച്ചിക്ക് എന്തായിരിക്കും പറയാനുള്ളത്? എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് പോലും നീതി കിട്ടിയിട്ടില്ല. ഞാൻ സാധാരണക്കാരിയാണ്. കാരണം ഞാൻ ഒരു തേങ്ങയല്ല. ഞാനിപ്പോൾ അന്നന്ന് ജീവിച്ചു പോകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെയോ കാണിച്ചു വെക്കുന്നു. പിന്നെ ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെയൊക്കെ വന്ന് എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് എൻ്റെ കൂടെ ഒത്തിരി പെൺകുട്ടികൾ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അത് ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം അവരോടും പറഞ്ഞു, ചേച്ചി ഞങ്ങളും ഇതുപോലെ കംപ്ലയിൻറ്റ് കൊടുക്കാനിരുന്നതാണ്, ഞങ്ങളും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. എൻ്റെ കമൻറ്റ് തന്നെ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഞാനും കുറേ നടന്നതാ മോളെ, പക്ഷേ ഇത് വലിയ കാര്യമൊന്നുമില്ല, ഇതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ള രീതിക്ക് അവരൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു വിലയില്ലാത്തതുപോലെയാണ് സംസാരിക്കുന്നത്. ഒന്നിലെ നിയമം കുറച്ചുകൂടി ശക്തമായിട്ട് കൊണ്ടുവന്ന്, അതോ ഒരാളെയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ച ആൾക്കാരെ കൊടുക്കേണ്ട ശിക്ഷ, തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുക. ഇത് ഞങ്ങളെ ഇങ്ങനെ ഇട്ട് നടത്തിക്കാതെ, സാധാരണ ജനങ്ങളാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണക്കാരെ ഇതുപോലെ ഇട്ട് ബുദ്ധിമുട്ടിക്കാതെ എല്ലാവർക്കും നിയമം ഒരുപോലെ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഒരു എന്താ പറയുക ഞങ്ങളുടെ ഒരു ജീവിത മാർഗത്തിന് വഴികാട്ടി തരണം. ഞങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണം, ഞങ്ങൾക്ക് എന്താ പറയുക ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടണം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കണം, ഞങ്ങൾക്ക് മനസ്സ് തുറന്നൊന്ന് ചിരിക്കണം. എപ്പോഴും ഞങ്ങൾക്ക് ഒരു ജയിലിൽ മാത്രം ജീവിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് പുറലോകം കാണണം, ഞങ്ങളും പറക്കട്ടെ, ഞങ്ങളും പെണ്ണല്ലേ. പിന്നെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ സംബന്ധിച്ച് ഞാൻ ആ പുലികളിക്ക് ഇറങ്ങിയായിരുന്നു തൃശ്ശൂർ. ആ പുലികളിക്ക് ഇറങ്ങിയ വീഡിയോയുടെ അടിയിൽ കാണാൻ പറ്റും മുതുക്കിയുടെ കൂത്താട്ടമാണെന്നും പറഞ്ഞുകൊണ്ട്. ഒരു 2 കുട്ടികളായാൽ ഒരു പെണ്ണ് അമ്മയായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മുതുക്കിയാവുന്നത്? അപ്പോൾ അവനവൻ്റെ സ്വന്തം ഈ ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യമാരെ എന്താണ് കാണുന്നത്? 2 മക്കളായി കഴിഞ്ഞ് ഉപേക്ഷിച്ച് പോവുമോ, ഇട്ടേച്ച് പോവുമോ? ഇതൊക്കെ എന്ത് ചിന്താഗതിയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇതൊക്കെ കമൻറ്റ് കാണുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലോ ദൈവമെന്ന് ഞാൻ തന്നെ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും പ്രായമായ ഒരാളാണ്, അല്ലെങ്കിൽ എനിക്ക് ഏജ് ഇത്രയും ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ വിഷമിച്ചിരിക്കുന്ന വ്യക്തിയല്ല. കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കുക, അയ്യോ എനിക്ക് ഇത്രയും പ്രായമായി, ഇത് വലിയ പ്രായമല്ലേ ഞാൻ ചിന്തിക്കുന്ന ചിന്താഗതി ഇതൊക്കെ. അപ്പോൾ എന്തെങ്കിലും കുറച്ചൊക്കെ ഒന്ന് മാറി ചിന്തിക്കുക. 2025 ആയില്ലേ, എപ്പോഴാണ് നമ്മൾ തീരുന്നതെന്ന് പറയാൻ പറ്റുമോ? അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ കമൻറ്റ് എടുത്ത് പൊക്കിയിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് വെറുതെ വിടുക. അവരൊക്കെ ജീവിച്ച് പൊക്കോട്ടെ, മക്കളൊക്കെ അല്ലേ, കുഞ്ഞു മക്കളല്ലേ. ഇപ്പോഴത്തെ കാലത്ത് ഡ്രസ്സിൻ്റെ കാര്യത്തിലാണ് പ്രശ്നമെന്ന് പറയുന്നുണ്ട്. ഈ ജനിച്ച കുഞ്ഞു പിള്ളേരെ പീഡിപ്പിക്കുന്നു, പ്രായമായ ആൾക്കാരെ പീഡിപ്പിക്കുന്നു. ഇതൊക്കെ ഡ്രസ്സ് കണ്ടുകൊണ്ടാണ് ഈ പീഡനമൊക്കെ നടക്കുന്നത്? ഒരിക്കലും അല്ലല്ലോ. അപ്പോൾ ഒന്ന് വെറുതെ വിട് സഹോദരങ്ങൾ. നിങ്ങളോട് എൻ്റെ അപേക്ഷ, എൻ്റെ വീട്ടുകാരെ വെറുതെ വിടുക. നീയൊക്കെ കയറി നിരങ്ങിക്കോ, എനിക്ക് ഒരു പ്രശ്നമില്ല, പക്ഷേ ഇതിനെനിക്ക് നീതി കിട്ടണം. എനിക്ക് അത്രയും മാനസികമായിട്ട് ഞാൻ പിന്നെയും പറഞ്ഞ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തതാണ്, എന്നെ നിങ്ങൾ വെറുതെ വിടുമെന്ന് പറഞ്ഞിട്ട് പിന്നെയും എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്?